നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരായി ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ വിമർശനത്തിനെതിരെ ഇടതു പാർട്ടികളും കോൺഗ്രസും രംഗത്തെത്തി. സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത നേതാക്കൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുപ്രീംകോടതി വിധിക്കെതിരെ ഗവർണർ തുറന്നടിച്ചത്. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചതിലൂടെ സുപ്രീംകോടതി അതിരുവിട്ടു പെരുമാറിയെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രതികരണം. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനെന്ന് ഗവർണർ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഗവർണറുടെ അഭിമുഖത്തെ വിമർശിച്ച് ഇടതു പാർട്ടികളും കോൺഗ്രസും രംഗത്തെത്തി. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്. ബില്ലുകൾ വൈകിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലാണെന്നും ഗവർണർമാരെ ഇതിനായി ഉപയോഗിക്കുന്നുവെന്നും KC വേണുഗോപാൽ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ നടക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ബില്ലുകൾ നിയമമായി കഴിഞ്ഞതായി മന്ത്രി P രാജീവും പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെക്കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും ഗവർണർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും അർലേക്കർ അഭിമുഖത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം.